ബ്രൈഡ്സുകളെ വെഡിങ്ങിന് പ്രിപ്പയർ ആവുന്ന പോലെ തന്നെ നമ്മുടെ ഗ്രൂംസിനും ചെറിയൊരു പ്രിപ്പറേഷൻ ഒക്കെ ആവട്ടോ. അതിലെ ഫസ്റ്റ് വണ്ണാണ് അവരുടെ ഫുഡ് ഡയറ്റ്. എന്തായാലും നിർബന്ധമായിട്ട് നിങ്ങൾ ഫുഡ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു ടൈമിൽ അല്ലെങ്കിൽ ഒരു 1 വീക്ക് മുന്നേ ഒക്കെ ആയിട്ട് ഒരുപാട് ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ്സ് അല്ലെങ്കിൽ റിഫൈൻഡ് ഷുഗർ ഉള്ളതൊന്നും നിങ്ങൾ കഴിക്കാണ്ടിരിക്കുക. കാരണം ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക്ഔട്ട്സ് കാര്യങ്ങൾ കൂടാൻ ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ ഒരു മെയിൻ കാര്യമാണ് വർക്കൗട്ട്. നിങ്ങൾ കുറച്ച് വെഡിങ് ഒക്കെ സംബന്ധിച്ച് നിങ്ങൾക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യണം നല്ലതാണ്. കാരണം നമുക്ക് സ്കിന്നിനൊരു നാച്ചുറൽ ഗ്ലോ കാര്യങ്ങളൊക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്ത് നമ്മുടെ ഫാറ്റ്സും കാര്യങ്ങളൊക്കെ ബേൺ ആവുമ്പം നമുക്ക് നാച്ചുറൽ കിട്ടുന്ന ഒന്നാണ്. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രോപ്പറായിട്ട് നല്ലൊരു കോസ്മെറ്റോളജിസ്റ്റിനോ അല്ലെങ്കിൽ ഡെർമറ്റോളജിസ്റ്റിനോ നിങ്ങൾ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം നിങ്ങളുടെ സ്കിൻ കെയർ ട്രീറ്റ്മെന്റ് ഒക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഇതുപോലെ ലേസർ ട്രീറ്റ്മെന്റ്, പീലിംഗ്, അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഏരിയയിൽ തന്നെ പോയിട്ട് നിങ്ങൾ ചെയ്യാൻ ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ബിയേർഡ് ഷേപ്പിംഗ്, അതുപോലെ നമ്മുടെ ഇയറിലുള്ള ഹെയർസ് റിമൂവൽ, ഇതുപോലുള്ള ത്രെഡിങ്, വാക്സിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഹെയറിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ വെഡിങ്ങിന്റെ കുറച്ച് മുന്നേ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്.